ഭരണം നിലനിർത്താൻ എന്തൊരു തത്രപ്പാടല്ലേ എല്ലാവർക്കും. എന്ത് പ്രഹസനമാണ് ചാണ്ടിയുമ്മ ഇതൊക്കെ എന്ന് ചോദിക്കാതെ വയ്യ. സംഭവം സിംപിൾസിറ്റി കൊണ്ട് ജനങ്ങളെ കയ്യിലെടുത്തു എന്നത് സത്യമാണ്. അതുകൊണ്ട് പുതുപ്പള്ളി മണ്ഡലം ഒരു 10-15 കൊല്ലത്തേക്ക് ചാണ്ടിയുമ്മന്റെ കയ്യിൽ ഭദ്രവുമായിട്ടുണ്ട്. എന്ന് വെച്ച് പ്രോട്ടോകോൾ ലംഘനം നടത്തിക്കൊണ്ട് ഇത്ര അങ്ങോട്ട് വിനയം കാണിച്ച് സൈക്കിളിൽ പിതാവിന്റെ ചിത്രമുള്ള ഷർട്ടും ധരിച്ച് ഓളം ഉണ്ടാക്കാൻ എത്തിയതൊക്കെ അല്പം കൂടിപ്പോയില്ലേ എന്നതാണ് സംശയം. ഈ ചോദ്യം ഞാനല്ല കേട്ടോ ചോദിക്കുന്നത്, പാർട്ടിക്കാർ തന്നെയാണ്. PR വർക്ക് കുറച്ച് ഓവറല്ലേ എന്നാണ് പാർട്ടിക്കാർക്കിടയിലുള്ള അടക്കം പറച്ചിലുകൾ കേട്ടോ. തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ജോസഫ് വിജയ് ഉണ്ടാക്കിയ ട്രെൻഡ് പിന്തുടരാൻ ശ്രമിച്ചതാണ് പുള്ളിക്കാരൻ. പക്ഷെ പുതുപ്പള്ളിയിൽ വിജയിച്ച ഈ സംഭവം ഉണ്ടല്ലോ, കേരളത്തിൽ അങ്ങ് ഏഷ്യയില്ല എന്ന് മാത്രമല്ല നല്ല നാണക്കേടുമായിട്ടുണ്ട്. അതെ, ചാണ്ടിയുമ്മന്റെ പുതിയ സൈക്കിൾ സവാരിയും അതിനു പിന്നിലെ PR വർക്കും ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു എന്ന കാര്യം അറിഞ്ഞല്ലോ. പണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ലളിതമായ വേഷത്തിൽ സൈക്കിളിൽ വോട്ട് ചോദിക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കൗതുകം ഒരുപക്ഷെ ചിലർക്ക് സഹതാപമൊക്കെ തോന്നിയിട്ടുണ്ടാവും. എന്നാൽ കാലം മാറി, തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, കഥയും മാറി. ഇപ്പോൾ പുതുപ്പള്ളി MLA സൈക്കിൾ യാത്ര വെറും ഒരു യാത്രയായിട്ട് കാണില്ല, മറിച്ച് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന വലിയൊരു PR നാടകമാണ് എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുയരുന്ന അടക്കം പറച്ചിലുകൾ എന്ന കാര്യം പറഞ്ഞല്ലോ. മന്ത്രിസ്ഥാനം എന്ന സ്വപ്നം കൺമുന്നിൽ അസ്തമിച്ചതോടെയാണ് ഈ വിനീത വിധേയൻ തന്ത്രം കയ്യിലെടുത്തത് എന്നാണ് പലരും പറയുന്നത്. എനിക്ക് മന്ത്രിസ്ഥാനം ഒന്നും വേണ്ട, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചാൽ മാത്രം മതി എന്നൊക്കെ വലിയ ഡയലോഗുകൾ അടിക്കുമ്പോൾ ഇതിന് പിന്നിലെ ലക്ഷ്യം അധികാരത്തോട് അത്ര വലിയ ആർത്തിയില്ലെന്ന് കാണിക്കാനുള്ള ശ്രമം മാത്രമാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ഇവിടെ ഉള്ളവർ ചോറ് തന്നെയാണല്ലോ തിന്നുന്നത് അല്ലേ? മന്ത്രിയേക്കാൾ വലിയ MLA ആണ് താനെന്ന് വരുത്തി തീർക്കാനുള്ള ഈ ഓവർ ആക്ടിങ് ഉണ്ടല്ലോ, കത്തുന്ന വെയിലത്ത് പാവം നാട്ടുകാരെ കൂടി കഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സൈക്കിൾ ചവിട്ടലിന് എന്തിനാണ് ഇത്ര പ്രസക്തി നൽകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിനപ്പുറം വലിയൊരു പ്രശ്നം കൂടി ഇതിൽ പറയാനുണ്ട്. ഒരു MLA സൈക്കിളിൽ റോഡിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കാൻ ഓടുന്ന പോലീസുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരള പോലീസിൽ ഇപ്പൊ തന്നെ ആളുകളില്ല എന്നതാണ് അവിടുത്തെ പരാതി. തിരക്കേറിയ റോഡുകളിൽ ഇങ്ങനെയുള്ള ഗതാഗതം വഴി ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങളും ജനങ്ങളുടെ ബുദ്ധിമുട്ടും ചില്ലറയല്ല. അതിന്റെ പൊല്ലാപ്പ് നേരിടേണ്ടത് പോലീസുകാരും. ഇത് പ്രോട്ടോകോൾ ലംഘനം കൂടിയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ ജോസഫ് വിജയുടെ മാതൃക പിന്തുടർന്ന് ഇവിടെ എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് കേരളമാണ് എന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. വിജയുടെ സ്റ്റൈൽ ഇവിടെ കൊണ്ടുവന്ന് വിജയിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വലിയൊരു മണ്ടത്തരമാണെന്ന് ആദ്യം തന്നെ പറയട്ടെ. പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ നാടകങ്ങൾക്കെതിരെ ഉയർന്നു വന്നത്. ഉമ്മൻചാണ്ടിയുടെ മകനാണല്ലോ, മിണ്ടാതിരിക്കാമെന്ന് ആരും കരുതിയില്ല എന്നതാണ് മറ്റൊരു കാര്യം. ജനങ്ങൾക്ക് വേണ്ടത് അടിസ്ഥാന സൗകര്യവും വികസനവുമാണ്, അല്ലാതെ MLA സൈക്കിളിൽ പോകുന്നത് കണ്ട് കണ്ണു നിറയലല്ല അവരുടെ പണി. ഇത്രയേറെ PR വർക്കുകൾ കാര്യമായിട്ട് നടത്തിയിട്ടും സ്വന്തം പാർട്ടിക്കാർക്ക് പോലും ഇതൊന്നും കണ്ട് ദഹിക്കുന്നില്ല എങ്കിൽ ഈ പ്രഹസനങ്ങൾ അവസാനിപ്പിച്ച് ഒരല്പം ഗൗരവത്തോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇനിയെങ്കിലും ചാണ്ടിയുമ്മൻ തയ്യാറാകണമെന്നാണ് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഇത്തരം വിനയ പ്രകടനങ്ങൾ ഉണ്ടല്ലോ, അതായത് ഓവർ ആയിട്ടുള്ള ഈ വിനയം കാണിക്കൽ നാളെ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയം ഒട്ടുമില്ല. അത് മനസ്സിലാക്കാൻ ഒരിക്കൽ കൂടി പറയാണ്, ഇത് തമിഴ്നാടൊന്നുമല്ല, ഇത് പുതുപ്പള്ളിയുമല്ല, ഇത് കേരളമാണ്. കേരളത്തിലെ MLA എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് മിനിമം എങ്കിലും കാണിക്കണം കേട്ടല്ലോ.